السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ആഷിഖീങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഒരു മഹാൻ തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് അവിടുന്ന് ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെത്തുന്ന സംഭവം. ആ സമയത്ത് അവിടെ താമസിച്ചിരുന്നത് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ വീട്ടിലായിരുന്നു. ആ മസ്ജിദിനെയും മുത്തനബി തങ്ങളുടെ മസ്ജിദിനെയും അതിലൂടെ ചേർന്നിട്ടുള്ള അവിടുത്തെ വീട് ഉണ്ടാക്കുന്നത് വരെ ഒരു വർഷത്തോളം ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി വീട്ടിലായിരുന്നു താമസിച്ചു. അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ആദ്യമേ ഒരു ബന്ധമുണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം. അഥവാ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ പിതാമഹന്മാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാനായി ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു അമാനത്തായിട്ടുണ്ടായിരുന്ന ഒരു എഴുത്തുണ്ടായിരുന്നു. ആ എഴുത്തുമായിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് മക്കയിലേക്ക് വന്നതും അങ്ങനെ മക്കയിൽ വെച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തിയത്. അങ്ങനെ അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ കൂടെ അന്ന് 24ഓളം അവിടുത്തെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഘമായിരുന്നു. ആ സംഘമെല്ലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ച് മുസ്ലിമായതിനു ശേഷം ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള എനിക്ക് വേണ്ടി നിങ്ങളുടെ പിതാവ് ഏൽപ്പിച്ച ആ എഴുത്തുകൾ തരണം. അബൂ അയ്യൂബ് തങ്ങൾ ആകെ ഞെട്ടിവിറച്ചു പോയി. കുറച്ചോനെ ഇത് ആരും അറിയില്ല, എൻ്റെ പിതാവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എൻ്റെ സഹോദരന്മാർ പോലും അറിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന സമയത്തായിരുന്നു അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ സഹോദരന്മാർ വരെ ഇങ്ങനെ ഒരു എഴുത്ത് പിതാവ് കൊടുത്തിരിച്ചറിയും. ആ പിതാവിന് അവിടുത്തെ പിതാവ് കൊടുത്തതായിരുന്നു, അവർക്ക് അവരുടെ പിതാവ് കൊടുത്തതായിരുന്നു. അങ്ങനെ പിതാമഹന്മാരിലൂടെ കൈമാറിപ്പോന്ന് ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ കയ്യിലുണ്ടാക്കിയ അത്ഭുതത്തോടുകൂടെയാണ് മഹാനവറുകൾ അവർ എഴുത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആ അബൂ അയ്യൂബ് അൻസാരി വീട്ടിലായിരുന്നു ഹബീബാബ് വല്ലാത്ത ആശിക്കായിരുന്നു. ആ മുസ്ലിം ആയയുടെ മുതൽ തന്നെ മുത്തനബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ചവരായിരുന്നു അബൂ അയ്യൂബ് അൻസാരി. അബൂ അയ്യൂബ് തങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആദ്യം മുത്തനബി തങ്ങളുടെ സ്ഥലം താഴെയായിരുന്നു. മുകളിലാണ് അബൂ അയ്യൂബ് അൻസാരി തങ്ങളും എൻ്റെ ഭാര്യയുമെല്ലാം താമസിക്കുന്നത്. അതെന്താ? ആദ്യമേ ഇവർ പറഞ്ഞു, അബൂ അയ്യൂബ് തങ്ങൾ പറഞ്ഞു, നബിയെ നിങ്ങൾ മുകളിലേക്ക് കയറണം. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൂട്ടാക്കിയില്ല. നബിയെ തങ്ങൾ പറഞ്ഞു, എന്നെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവർക്കൊക്കെ സൗകര്യം ഞാൻ താഴെ ഇരിക്കലാണ്, അതുകൊണ്ട് ഞാൻ താഴെ ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അബൂ അയ്യൂബ് തങ്ങൾ നബിദേവ് തങ്ങളുടെ നിർബന്ധത്തിന് വേണ്ടി മുകളിലേക്ക് കയറിയിരിക്കും. അവിടത്തേക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഹബീബ് തങ്ങളുടെ മുകളിലാണല്ലോ ഞാനുള്ളത്, എൻ്റെ കാലിൻ്റെ ചുവട്ടിലല്ലേ മുത്തനബി തങ്ങളുണ്ട്. ഈ ഒരു ചിന്ത മഹാനവറുകൾക്ക് എല്ലാം പിടികൂടുകയാണ്. ഒരിക്കൽ അബൂ അയ്യൂബ് തങ്ങൾ കുടിക്കാൻ വേണ്ടി അല്പം വെള്ളം വെച്ചിരുന്നു. ആ വെള്ളത്തിൻ്റെ പാത്രം അത് മറിഞ്ഞു, ആ വെള്ളം ചിന്തി. ഇന്ത്യ സമയത്ത് നല്ല തണുപ്പുള്ള ദിവസമാണ്. മദീനയിലെ തണുപ്പ് അവിടെ പോയ ആളുകൾക്ക് അറിയാം, നല്ല ശക്തമായ തണുപ്പാണ്. ആ തണുപ്പുള്ള കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് തങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു പുതപ്പ് മാത്രമാണ്. ആ പുതപ്പെടുത്ത വെള്ളം അത് എടുക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഈ വെള്ളം എങ്ങാനും താഴേക്ക് ഇറങ്ങി ഹബീബ നബി തങ്ങളുടെ ശരീരത്തിലേക്ക്, ഷർഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ആ വെള്ളം മുക്കിയാലോ പിന്നെ ബേജാറായിക്കൊണ്ട് സ്വന്തം പുതപ്പുകളെ കൊണ്ട് അത് ഒക്കിയെടുത്തു നേരം വെളുക്കുന്നത് വരെ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് തങ്ങൾ തണുത്ത് വിറച്ച് പുതപ്പില്ലാതെ കഴിഞ്ഞ സംഭവം ചരിത്രങ്ങൾ കാണാം. ഇങ്ങനെ എത്രത്തോളം നബി തങ്ങളെ സ്നേഹിച്ചു. അവസാനം അബൂ അയ്യൂബ് തങ്ങൾ നബിയോട് വന്ന് പറഞ്ഞു, തങ്ങളെ അങ്ങേ താഴെ കടക്കുമ്പോൾ ഞങ്ങൾക്ക് മുകളിൽ ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മുകളിലേക്ക് തന്നെ അങ്ങ് കയറണം എന്ന് പറഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് കയറ്റി അബൂ അയ്യൂബ് തങ്ങൾ താഴെ ഇറങ്ങുകയാണ്. ഇങ്ങനെ ഹബീബ മുത്തനബി തങ്ങളെ വല്ലാതെ സ്നേഹിച്ച അവിടുത്തെ മഹബത്തിൻ്റെ ചരിത്രങ്ങളിൽ ഇനിയും ധാരാളമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിച്ച് അതനുസരിച്ച് നമുക്ക് മുത്തനബി തങ്ങളുടെ മഹബത്ത് വെക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. ظاهر ما فيهم فبدوت شخصا آخر كي أتفاخر.